ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത ഒരാഴ്ച സംഭവിക്കാൻ പോണത്. അത് നമ്മുടെ കരിയർ ഫിനാൻസ്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി നമുക്ക് നോക്കാം. ആദ്യം നമുക്കെല്ലാം കാർഡ് കൊടുക്കും. ആദ്യം നിങ്ങളുടെ കരിയർ ഫിനാൻസ് എങ്ങനെയായിരിക്കും നോക്കാം. നിങ്ങളുടെ കരിയറും ഫിനാൻസും അങ്ങനെ ആയിരിക്കും. 7 ഓഫ് പെൻഡക്കിൾ, കിങ് ഓഫ് പെൻഡക്കിൾ. ഒരു കാർഡ് കൂടി എടുക്കാം. 3 കാർഡ് എടുക്കാം. കരിയറും ഫിനാൻസും 2 ഓഫ് ഫയർ. റിലേഷൻഷിപ്പ് 7 ഓഫ് ഫയർ, 3 ഓഫ് പെൻഡക്കിൾ, റിന്യൂവൽ. ഇനി നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്തായിരിക്കും? 10 ഓഫ് ഫയർ, പിന്നെ 3 ഓഫ് സോഡ്സ്, പിന്നെ പേജ് ഓഫ് എയർ. ഓവറോൾ എനർജി വരുന്നത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് ഫയർ ആണ്. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. കുറച്ച് സാഹസികമായ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. കുറച്ചുകൂടി സ്ട്രോങ് ആവും. നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട് വളരെ വലിയ പാഷൻ ഉണ്ടായിരിക്കും. ആ പാഷൻ അതിലേക്ക് ഫോളോ ചെയ്യും. നമ്മൾ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. ഇതില് ആദ്യം കിട്ടിയിട്ടുള്ളത് 7 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതില് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യത്തിന് ഗ്രോത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ക്ഷമയോടെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഒന്നുകൂടി ക്ഷമിച്ചിരിക്കുക. പക്ഷെ അതിന് ഗ്രോത്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾ നെഗറ്റീവായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം വളരുന്നുണ്ട്, അത് ഗ്രോത്ത് ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും അത് കാണാൻ പറ്റൂല. അതിനെപ്പറ്റി ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഓരോ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അത് സ്ലോലി അത് വളരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതില് നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ഡിവൈൻ ഗൈഡൻസ്, പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. അപ്പം ഇതില് ശരിക്കും നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങളത് ഇതിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് സ്ലോലി അത് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടും എന്നാണ് കാണുന്നത്. ഇതില് അടുത്ത ഒരാഴ്ച നിങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ മണി സേവ് ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. ഫ്യൂച്ചർ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു നെക്സ്റ്റ് 1 വീക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളും നല്ല മെച്യൂർഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പാസ്റ്റിൽ കുറച്ച് ഇമ്മച്വർ ആയിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ചും മണി, ഫിനാൻസ്, കരിയർ, ആ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ വളരെ മെച്യൂർഡ് ആയിട്ട് തീരുമാനം എടുക്കും എന്നാണ് കാണുന്നത്. ഇതില് കുറെ ആൾക്കാർക്കും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എവിടെന്നോ വരുന്നുണ്ട്. എവിടെന്നോ ചിലപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കില്ല, നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്തുനിന്നായിരിക്കില്ല ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഇതില് അടുത്ത് 2 ഓഫ് ഫയറിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതില് നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് ചേർന്നുള്ള ഒരു പ്ലാനിങ് ആയിരിക്കാം. നിങ്ങളുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ
പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറെ നല്ലൊരു ഉത്സാഹമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച എന്നാണ് കാണുന്നത്. ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾ മാറി അത് ഒരു പതിയെ ഒന്ന് ഒരു മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഇതില് നിങ്ങൾ ആൾറെഡി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യം സ്ലോലി വളരുന്നുണ്ട് എന്നാണ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ചെയ്ത കാര്യം വെറുതെ ആയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാതിരിക്കണം കേട്ടാ. നമുക്ക് എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ട പാർട്ട്ണർഷിപ്പ് വരും എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ഇതില് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത്. റിലേഷൻഷിപ്പില് ആദ്യം വന്നിട്ടുള്ളത് 7 ഓഫ് ഫയറിന്റെ എനർജിയാണ്. ഇതില് നമ്മളൊരു ഡിഫെൻസീവായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതില് ഇപ്പൊ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ടാണ് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ജീവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അവരോട് ആർഗ്യൂ ചെയ്യാനൊന്നും പോണില്ല. പക്ഷെ നമ്മളൊരു ഡിഫെൻസീവായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ആഴ്ചയാണിത്. അത് ഒരുപാട് സംസാരത്തിലൂടെ അല്ല കേട്ടോ. നമ്മളെ സംസാരം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇതില് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും, ഇനി സെൽഫ് റെസ്പെക്ട് കോംപ്രമൈസ് ചെയ്യൂല, അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെയാണ് നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു ബൗണ്ടറി വെക്കും, എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാക്കും നിങ്ങൾ. അത് റിലേഷൻഷിപ്പിൽ ആരുമായിട്ടും അങ്ങനെയാണ് കേട്ടാ. നിങ്ങളുടെ പ്രണയം എന്നുള്ളത് മാത്രമല്ല, സൗഹൃദങ്ങൾക്കായാലും അത് എന്ത് റിലേഷൻഷിപ്പിലായാലും നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. നമ്മളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. നമ്മളുടെ സ്റ്റാൻഡ് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതില് നമ്മൾ പെട്ടെന്ന് മറ്റൊരാൾക്ക് താന്നു കൊടുക്കൂല എന്നൊരു ചിന്ത ഈ ഒരു സമയം ഉണ്ടാവുന്ന കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് താന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾ കുറേ കാലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി അത് പറ്റൂല എന്നൊരു തോന്നലാണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ എപ്പോഴും സംസാരം ഒന്നും ഒഴിവാക്കുക, ആർഗ്യുമെന്റ്സ് വേണ്ട, അതാണ് നല്ലത് കേട്ടോ. ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ വഷളാകുന്നത്. അപ്പൊ ആർഗ്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് 3 ഓഫ് എർത്തിന്റെ എനർജിയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറെ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നാണ് കാണുന്നത്. ഒരു ടീം വർക്ക് ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ കുറേ ആൾക്കാർ നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാരാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അവർ മനസ്സിലാക്കും നിങ്ങൾ ഇത്രയും നല്ലൊരാളായിരുന്നു, എന്തിനാണ് ഞാൻ ഇത്രയും കാലം അവരെ എതിർത്തുകൊണ്ടിരുന്നതെന്നൊക്കെ ആ ഓപ്പോസിറ്റുള്ള ഒരാളിനെ മനസ്സിലാകും എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈക്വൽ എഫേർട്ടിലൂടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകും എന്നാണ് കാണുന്നത് കേട്ടോ. അത് റിലേഷൻഷിപ്പിലും നിങ്ങളുടെ പങ്കാളിയുമായിട്ടും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. കാരണം അവർക്ക് നിങ്ങളെ വാല്യൂ മനസ്സിലാവും എന്നാണ് കാണുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യും. ഇപ്പം ഈഗോ ഒക്കെ പിടിച്ചിരുന്ന ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അവർ നിങ്ങളോടും ചിലപ്പം അത് തുറന്ന് സംസാരിക്കും. നിങ്ങളും ഈഗോ കാണിക്കേണ്ടതില്ല, കാരണം നിങ്ങൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ കാര്യങ്ങളെല്ലാം നല്ല മെച്ചൂർഡായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരു നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു ഏഞ്ചൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് വുണ്ടൊക്കെ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്നുള്ളതാണ്. കാരണം ഇമോഷണലി നിങ്ങൾ ഡൗൺ ആണെങ്കിൽ പോലും നിങ്ങളത് പുറത്ത് കാണിക്കൂല. നിങ്ങൾ വളരെ നമ്മളുടെ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് റിന്യൂവലാണ്. അപ്പം റിന്യൂവൽ എന്ന് പറയുന്നത് ഇതിൽ ഇനി ഈ ഒരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ? നിങ്ങൾ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കുകയും നമ്മൾ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നതും നമ്മളുടെ മിസ്റ്റേക്സിൽ പെടും. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മൾ ഓവറായിട്ട് ഒരാളിനെ കീഴ്പ്പെട്ടു പോകുന്നതും അത് നമ്മളുടെ സോള് നോക്കുമ്പോൾ അതൊരു തെറ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. അങ്ങനെ അത് ബ്രേക്ക് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ചില ആൾക്കാർക്ക് വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ശരിക്കും കുറേ ആൾക്കാർക്ക് പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ, പൂർണ്ണമായും വിട്ടുപോയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും ഒന്നേന്ന് നിങ്ങളെ റീകണക്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതില് നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് കാണുന്നത്. ദൈവം നിങ്ങളെ അറിയിപ്പിക്കാൻ ചില സത്യം വെളിപ്പെടും നിങ്ങളുടെ മുന്നിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചായിരിക്കാം ഒരു സത്യം മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും ഒരു ഓവറോൾ ഒരു നല്ല എനർജിയാണ്. കാരണം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം, ഇത് നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. അവരുടെ കാര്യം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ അവർ പൂർണ്ണമായും മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്നെ അവർ മനസ്സിലാക്കാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് എന്നെ ആരും മനസ്സിലാക്കണ്ട, ഞാൻ എൻ്റെതായ ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പം അതായത് കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങോട്ട് ഇടപെടില്ല, അവരുടെ എനർജി ഇങ്ങോട്ട് എടുക്കുകയില്ല. നമ്മളായിട്ട് നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു റിന്യൂവൽ വരുന്നത്, മറ്റുള്ളവർ നമ്മളിലേക്ക് വരും. പിന്നെ അടുത്ത് വന്നത് സ്പിരിച്വാലിറ്റിയിൽ വന്നിട്ടുള്ളത് 10 ഓഫ് ഫയർ ആണ് ആദ്യം വന്നിട്ടുള്ളത്. കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു, വിഷമിച്ചു, കുറേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഒരു ബാക്ക് സ്റ്റാബിങ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ജീവിതം ഇൻബാലൻസ് ആയിപ്പോയി എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യാൻ പറ്റാത്തവണ്ണം, അത് ദൃഷ്ടിയാകാം, കണ്ണേറാകാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തന്ന ഒരു ബ്ലാക്ക് മാജിക് ആകാം, ഈവിളയാകാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ പെട്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരാം. ഇതിനകത്ത് ഹെൽത്ത് ഇഷ്യൂ ആണ് കേട്ടോ. ഒരുപാട് ക്ഷീണം പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി, മുന്നോട്ട് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഒരുപാട് ക്ഷീണം ഉള്ള ആൾക്കാർ, ഒന്നും ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് പറ്റണില്ല, അത്രയും നമ്മുടെ ബോഡിയെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു നെഗറ്റീവ് എനർജി. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. നിങ്ങൾ കുറേ ആൾക്കാർ, കാർമികമായിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് പാസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് കൂടുതലും. നിങ്ങൾ ഇപ്പം ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ചില ആൾക്കാർക്ക് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു ജന്മത്തിൽ പാസ്റ്റിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് കുറേയധികം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു പോയി. നമുക്ക് ഇത് ഹീൽ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ അത് നമ്മളിപ്പം വിചാരിക്കും എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണമെന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏഞ്ചൽസ് പറഞ്ഞു തരുന്നതാണ്. അത് പാസ്റ്റിലെ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യമല്ല. നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ഒരു കർമ്മയാണ്. അപ്പം അത് ഒരു ഹീലിംഗ് നടക്കുകയാണ്. അത് തിരിച്ചവർ നിങ്ങൾക്ക് തന്നു, അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ എൻഡാക്കി. ഇപ്പം പാസ്റ്റിൽ അവർ തന്നെയാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതെങ്കിലും നിങ്ങൾ അവർക്ക് ഫോർഗീവ്നെസ് കൊടുത്തില്ല. നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാത്തടത്തോളം കാലം മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. അപ്പോൾ ആ ഒരു ഫേസ് അവസാനിച്ച് അത് ഹീലിംഗ് ചെയ്യണം. നിങ്ങളത് ഹീൽ ചെയ്യുക, നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പേജ് ഓഫ് എർത്തിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ 10 ഓഫ് സോൾസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയായിരിക്കാം, ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. ഇപ്പം ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടും മാനസിക പ്രയാസങ്ങളും കൊണ്ട് ആകെ പെട്ടുപോയ ആൾക്കാരുടെ ആയിരിക്കും. അപ്പം അവർക്ക് ഒരു പുതിയ തുടക്കമാണ്. പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ഒരു തുടക്കം വരും, ഒരു മോചനം കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിന്നും നിങ്ങൾക്കൊരു മോചനം വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ
പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇനി ആര് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ബ്ലോക്കുകൾ മാറിയാണ് ഈ ഒരു ഇത് വരണത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നെങ്കിലോ, നിങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ, ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലോ, എല്ലാത്തിനും തടസ്സമാണ്. പ്രാർത്ഥിക്കാനും പോലും പറ്റാത്ത തടസ്സം വന്നിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റും. ഒരു മെസ്സേജ് വരുന്ന പോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ദൈവത്തിൻ്റെ നിന്ന് ഒരു മെസ്സേജ് വരുമല്ലോ, യൂണിവേഴ്സ് ഒരു മെസ്സേജ് തരുന്നു എന്നുള്ളതാണ് ഈ ഒരു ലെറ്ററാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നു. ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിലായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ടാരോയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണത് മാറ്റിക്കളയേണ്ടത്, ഈ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ വിളയോ ഈ ബുദ്ധിമുട്ടുകളോ മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് പരിഹാരം എന്ന് പറഞ്ഞു തരും എന്നാണ് കാണുന്നത്. അതാണ് ഈ ഒരു ഒരു അറിയിപ്പാണ് ഈ ലെറ്റർ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് മൂണോളജി ഓറക്കിൽ നിന്നും ഈ ഒരു ആഴ്ചത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് എടുക്കാം. യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ് വന്നിട്ടുണ്ട്. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. ന്യൂ മൂണിൻ ക്യാൻസർ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നു, എന്തോ സംഭവിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ശരിക്കും മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ സമയം കൊള്ളൂല, കുറേ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല നമ്മളുടെ ഉള്ളിൽ ആ ട്രോമ ഉണ്ടല്ലോ, നമ്മൾ പാസ്റ്റിൽ അനുഭവിച്ച ഒരു കാര്യം വീണ്ടും നമ്മളുടെ മനസ്സ് റീക്രിയേറ്റ് ചെയ്യും. ഇത് അങ്ങനെ വരും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും, അന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്ന് വീണ്ടും ഇത് സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ ചില വ്യക്തികൾ ചെയ്ത കാര്യം, ചിലപ്പോൾ അത് നമ്മുടെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആയിരിക്കാം. അവരിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും അത് സെയിം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മളുടെ മനസ്സ് നമ്മളെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടെന്നോ, നമ്മളെ മാതാപിതാക്കൾക്കോ ഹസ്ബൻഡോ വൈഫിനോ ഒക്കെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കാൻ പോകണമെന്നാണ് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അതുമൂലം നിങ്ങൾക്കൊരു വിഷമം വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫാണ്. അവർ സേഫാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആ സൈക്കിൾ നിങ്ങൾ അങ്ങ് റീക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാനാണ് പ്രാണായാമം ചെയ്യണമെന്ന് പറയുന്നത്. പ്രാണായാമം ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് ഒരു ചിന്തകളും ഇല്ലാതെ ഇരിക്കാൻ പറ്റും. നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. ഒരു പ്രാക്ടിക്കൽ പ്ലാനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവുള്ളൂ എന്നാണ്. നമ്മൾ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ. നമ്മൾ ഇപ്പൊ പല ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്, പക്ഷെ പ്രാക്ടിക്കൽ പ്ലാൻ ഇല്ലാതെ ആ മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്കാവും? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വപ്നം നല്ലതാണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ആ പ്ലാനിങ്ങും കൂടെ വേണം എന്നാണ് ഇതിൽ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.